നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ കുന്നുംകുളത്തു നിന്ന് വന്ന റോഷ്നിയുടെ ആരോപണം ഏശാതെ വന്നതോടെ പുതിയ നീക്കങ്ങളുമായി കേരള പോലീസ്. ഇക്കാര്യത്തിൽ കേരള പോലീസിനെ നമ്മൾ അഭിനന്ദിക്കണം. ഒരു KSRTC ഡ്രൈവർ, അതും യദു, തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസിനിടയിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചത് 1 മണിക്കൂറോളം സമയമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ അതേ ദിവസം തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് ബസ്സിൽ പുറപ്പെട്ട നമ്മുടെ ഡ്രൈവർ യദു മൊബൈൽ ഫോണിൽ 1 മണിക്കൂറോളം സംസാരിച്ചത്. ബസ് യാത്രക്കാരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ മൊബൈൽ ഫോൺ സംഭാഷണമെന്ന് നമ്മുടെ കേരള പോലീസ് കണ്ടുപിടിച്ചു. ബസ് ഓടിക്കുന്നതിനിടയിൽ യദു നടത്തിയ ഫോൺ വിളികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് വകുപ്പ് KSRTCക്ക് കൈമാറിയിരിക്കുന്നത്. KSRTC ബസ്സിലെ മെമ്മറി കാർഡിനെ കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ഇപ്പോഴും പോലീസിന്റെ പക്കലോ KSRTCയുടെ പക്കലോ ഇല്ല. എങ്കിലും ഡ്രൈവർ യദു മൊബൈൽ ഫോണിൽ 1 മണിക്കൂർ സംസാരിച്ചത് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. അതാണ് നമ്മുടെ പോലീസിന്റെ മികവ്, വിജയം. ഡ്രൈവർ യദുവിനെ ഏതുവിധേനയും നിയമക്കുരുക്കിൽപ്പെടുത്തി അകത്തിടുക തന്നെയാണ് കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ലക്ഷ്യം. കാരണം യദു ഉന്നം വച്ചിരിക്കുന്നത് CPMന്റെ സർക്കാരിനെതിരെയാണ്. തലസ്ഥാനത്തെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ നീങ്ങിയ യദുവിനെ ഏതുവിധേനയും കുടുക്കണമെന്നതാണ് ഉന്നത തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ യദുവിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഇടപാടുകളും രഹസ്യമായി സർക്കാർ വകുപ്പുകൾ ഇപ്പോൾ പിന്തുടരുന്നു. അതിന്റെ ഭാഗമാണ് ഈ മൊബൈൽ ഫോൺ സംഭാഷണം കണ്ടുപിടിച്ചത്. ഡ്രൈവിംഗിനിടയിൽ ഫോൺ ഉപയോഗിച്ചത് നിയമലംഘനമാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് KSRTCക്ക് പോലീസിന്റെ റിപ്പോർട്ട്. നാട് നീളെ വഴി നീളെ AI ക്യാമറകൾ നോക്കുകുത്തിയായി നിൽപ്പുണ്ട് എന്ന് നമുക്കറിയാം. ഈ AI ക്യാമറകളിലൊന്നും പെടാതെ എങ്ങനെയാണ് ഡ്രൈവർ യദു ഈ 1 മണിക്കൂറോളം മൊബൈൽ ഫോണിൽ സംസാരിച്ചത്? യദുവിന്റെ മൊബൈൽ ഫോൺ എൻഗേജ്ഡ് ആണോ എന്ന് നോക്കി തന്നെയാണ് പോലീസ് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും KSRTC ഡ്രൈവർമാരുടെയെല്ലാം മൊബൈൽ ഫോണുകൾ ഇത്തരത്തിൽ പരിശോധിക്കുന്നത് നല്ലതാണ്. യാത്രക്കാരുടെ ജീവനെങ്കിലും സുരക്ഷിതമാകുമല്ലോ. ഡ്രൈവർ യദു നിങ്ങളുടെ എതിരാളിയാണ്. ഡ്രൈവർ യദു ഉന്നം വച്ചിരിക്കുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുമാണ്. അതുകൊണ്ട് ഇത് യദുവിനെ കുടുക്കാനുള്ള നീക്കങ്ങളാണ് എന്ന് പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് മോഷ്ടിച്ചതിന് പിന്നിലും യദു തന്നെയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ KSRTC ഉയർത്തുന്നത്. പോലീസും ഇത്തരമൊരു ആരോപണവുമായി മുന്നോട്ട് വരുന്നു. മെമ്മറി കാർഡ് കാണാനില്ല എന്ന പേരിൽ യദുവിനെ പിടിച്ചകത്തിട്ട് വേണ്ടത്രയൊന്ന് പരിശോധന നടത്തിയാൽ പലതും പുറത്തെടുക്കാമെന്നതാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇതോടെ യദുവിന്റെ ആരോപണ ശരങ്ങളുടെ ശക്തി കുറയും. പിന്നീട് ഈ യദു സംഭവം ആളുകൾ മറക്കുമ്പോൾ യദുവിനെ പതിയെ പുറത്തേക്കും വിടാം. സംഭവം നടന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂരിലെ ഡിപ്പോയിലുള്ള ബസ്സിനു സമീപം യദു എത്തിയതായി പോലീസ് ഇപ്പോൾ പറയുന്നു. KSRTC ഉദ്യോഗസ്ഥർ ഇത്ര വിഡ്ഢികളാണോ? തമ്പാനൂർ ബസ് ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളത് CMDക്കും ചില ഉദ്യോഗസ്ഥർക്കും മാത്രമാണ്. സെക്യൂരിറ്റി അടക്കം വേണ്ടത്ര സംരക്ഷണമുള്ള തമ്പാനൂർ ബസ് ഡിപ്പോയിലേക്ക് ഈ വിവാദ നായകൻ യദു എത്തുകയും ബസ്സിനുള്ളിൽ കയറി ഈ മെമ്മറി കാർഡ് പറിച്ചെടുത്തു കൊണ്ടുപോവുകയും ചെയ്തു എന്നതാണ് പോലീസിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. വിചിത്രം തന്നെ. മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് ഇളക്കിയെടുക്കണമെങ്കിൽ ഏകദേശം 20 മിനിറ്റോളം സമയം വേണമെന്നാണ് ടെക്നിക്കൽ വിഭാഗം പറയുന്നത്. അതിന് സാങ്കേതിക വിദഗ്ധരുടെ സഹായവും വേണം. തമ്പാനൂർ ബസ് ഡിപ്പോയിൽ കിടന്ന ബസ്സിൽ കടന്നു കയറി യദു എങ്ങനെയാണ് ഇത്തരമൊരു മോഷണം നടത്തുന്നത്? ഇതിന് പിന്നിൽ കണ്ടക്ടർക്ക് ചില പങ്കുണ്ട് എന്ന് യദു ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് യദുവിന് നേർക്ക് ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസും KSRTCയും ഒക്കെ രംഗത്തെത്തുന്നത്. സംഭവ ദിവസം അന്ന് വൈകിട്ട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് ആദ്യം യദു തന്നെയാണ് മെമ്മറി കാർഡിനെ കുറിച്ച് പറഞ്ഞത്. ബസ്സിൽ 3 ക്യാമറകളുണ്ടെന്നും ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുമാണ് യദു എന്ന് പ്രതികരിച്ചത്. തുടർന്ന് വെളുപ്പാങ്കാലത്ത് 3 മണിക്കാണ് പ്രത്യേക ഡ്രൈവറെ കൊണ്ടുവന്ന് ഈ ബസ് തമ്പാനൂർ ബസ് ഡിപ്പോയിലേക്ക് കൊണ്ടുപോയത്. ബസ് ഡിപ്പോയിൽ കിടക്കുന്ന ബസ്സിൽ നിന്ന് യദു മെമ്മറി കാർഡ് ഊരിയെടുത്തു എന്നതാണ് പുതിയ ആരോപണം. സർവീസിനിടയിൽ താൻ 1 മണിക്കൂറോളം സംസാരിച്ചോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും യദുവിന് ഉത്തരമുണ്ട്. ഇടയ്ക്ക് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടിയും വരും. എന്നാൽ കൃത്യമായി ഇക്കാര്യങ്ങൾ ഓർമ്മയില്ല എന്നതാണ് യദുവിന്റെ പ്രതികരണം. 1 മണിക്കൂറൊന്നും ഫോണിൽ സംസാരിക്കാനുള്ള സാധ്യതയില്ല. സാമാന്യമായി ചിന്തിക്കുന്നവർക്കൊക്കെ അറിയാം KSRTC ഓടിക്കുന്നതിനിടയിൽ 1 മണിക്കൂറോളം ഫോണിൽ സംസാരിക്കാൻ കഴിയില്ല എന്ന്.
എന്തായാലും വിചിത്രങ്ങളായ വാദങ്ങളും വിചിത്രങ്ങളായ സംഭവങ്ങളുമാണ് ഇതിന് പിന്നിൽ അരങ്ങേറുന്നത്. ഇത്രയും ആളുകളെയും കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെയാണ് 1 മണിക്കൂർ ഫോണിൽ സംസാരിക്കുന്നത് എന്ന് യദു ചോദിക്കുന്നു. KSRTCയിലെ യാത്രക്കാരോട് കൃത്യമായി പോലീസ് ചോദിച്ചാൽ അവരുത്തരം പറയും. ഇതുവരെ പോലീസിന് KSRTCയിൽ അന്ന് യാത്ര ചെയ്ത് യാത്രക്കാരെ വിളിച്ച് മൊഴിയെടുക്കാൻ ഭയമാണ്. കാരണം യാത്രക്കാരൊക്കെ കട്ടയ്ക്ക് ഡ്രൈവർക്കൊപ്പമാണ്. എല്ലാവരും മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും പഞ്ഞിക്കിടുമെന്ന് പോലീസിനും ഉദ്യോഗസ്ഥർക്കുമൊക്കെ അറിയാം. അതുകൊണ്ട് യാത്രക്കാരെ കിട്ടുന്നില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞ് ഈ പ്രശ്നം ഒഴിവാക്കുകയാണിപ്പോൾ പോലീസ് ചെയ്യുന്നത്. തനിക്ക് മേൽ ഇനിയും ഇത്തരം കേസുകൾ ഉണ്ടാകുമെന്നാണ് യദുവിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം യദുവിനെതിരെ ആരോപണവുമായി രംഗത്തിറങ്ങിയ റോഷ്ന ഇപ്പോൾ കൈകൊട്ടിച്ചിരിക്കുകയാണ്. റോഷ്ന പറയുന്നത് ഗതാഗത മന്ത്രി ഗണേശൻ വിളിച്ച് തനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. തൻ്റെ ആരോപണം ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന പ്രതികരണമാണ് റോഷ്നയും നടത്തുന്നത്. ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്ന് തനിക്കറിയാമെന്ന് യദു പറയുന്നു. എന്നാൽ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. സുഖമില്ലാത്ത അമ്മയും കുട്ടിയുമാണ് വീട്ടിലുള്ളത്. നടപടി വരുമ്പോൾ അപ്പോൾ നോക്കിക്കൊള്ളാമെന്നാണ് യദുവിൻ്റെ പ്രതികരണം. മെമ്മറി കാർഡ് കാണാതായതിന് പിന്നിൽ ഡ്രൈവറാണ് എന്ന ആരോപണത്തിനും യദു മറുപടി പറയുന്നുണ്ട്. കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാരൻ താനാണ്. അങ്ങനെയാവുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാവും. പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലല്ലോ. തമ്പാനൂർ ബസ് ഡിപ്പോയിലെത്തി ബസ്സിൽ കയറി യദു മെമ്മറി കാർഡ് മോഷ്ടിച്ചെടുത്തുവെങ്കിൽ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് പോലീസിനത് കണ്ടെത്താമല്ലോ. തമ്പാനൂർ ബസ് ഡിപ്പോയിലെ CCTVയുടെ മെമ്മറി കാർഡും ആരെങ്കിലും അടിച്ചെടുത്തു കൊണ്ടുപോയോ? KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർക്കും MLAക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിൽ ആഴ്ന്നിരിക്കുകയാണ് ഇപ്പോൾ CPM. സംഗതി കൈവിട്ടു പോകും എന്ന തോന്നൽ പൊതുവെ CPMനുണ്ട്. കോടതിയിൽ നിന്ന് നിശ്ചിത വിമർശനങ്ങളുണ്ടായാൽ ഒരുപക്ഷെ മേയർക്ക് പോലും രാജിവെക്കേണ്ടി വരും. ഇതാണ് CPMനെ കുഴയ്ക്കുന്നത്. അറ്റകൈ എന്ന നിലയിൽ കണ്ടക്ടർ സുബിനെ തങ്ങളുടെ പാട്ടിലാക്കി CPM. റഹീമുമായി ചങ്ങാത്തമുള്ള സുബിനെ പാട്ടിലാക്കാൻ എളുപ്പമാണ് എന്ന് നേരത്തെ തന്നെ യദു പറഞ്ഞിരുന്നു. DYFI പ്രവർത്തകനാണ് കണ്ടക്ടർ എന്നതായിരുന്നു യദുവിൻ്റെ പ്രതികരണം. ഇതിനിടയിൽ ആദ്യ ദിവസം പ്രതികരണങ്ങളൊന്നും നടത്തുകയോ പോലീസിന് കൃത്യമായ മൊഴി കൊടുക്കാതിരിക്കുകയോ ചെയ്ത കണ്ടക്ടർ സുബിൻ ഇക്കഴിഞ്ഞ ദിവസം കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി. സച്ചിൻ്റെ ബസ്സിൽ കയറി എന്നൊടുവിൽ കണ്ടക്ടർ സമ്മതിച്ചു. എന്നാൽ മോശമായ ഭാഷയിൽ സംസാരിക്കുകയോ യാത്രക്കാരെ ഇറക്കി വിടുകയോ ചെയ്തില്ല എന്നതാണ് കണ്ടക്ടറുടെ മൊഴി. ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയതായി താൻ കണ്ടില്ല എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കണ്ടക്ടർ. മുൻ സീറ്റിൽ തനിക്കരികിലാണ് കണ്ടക്ടർ ഇരുന്നത് എന്ന് യദു ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ കണ്ടക്ടർ സുബിൻ പറയുന്നത് ബസ്സിൻ്റെ പിൻ സീറ്റിലാണ് താൻ ഇരുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവസാന ഘട്ടത്തിലാണ് സംഘർഷത്തിന്റെ വക്കിലെത്തി കാര്യങ്ങളെന്നത് താൻ തിരിച്ചറിഞ്ഞതെന്നാണ് കണ്ടക്ടറുടെ മൊഴി. മേയറുടെ വണ്ടി ഓവർടേക്ക് ചെയ്തോ എന്ന് പോലും തനിക്കറിയില്ല എന്ന വിചിത്രമായ മൊഴിയാണ് കണ്ടക്ടർ നൽകിയിരിക്കുന്നത്. പാളയത്ത് ബസ് നിർത്തിയപ്പോൾ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി. എന്നാൽ മോശമായ ഭാഷയിൽ ഒന്നും സംസാരിച്ചില്ല. യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടില്ല. MLA യാത്രക്കാരോട് ഒരു തരത്തിലും മോശമായി പെരുമാറിയിട്ടില്ല. MLAയുടെ കാറ് ബസ്സിന് കുറുകയിട്ടോ എന്നത് താൻ കണ്ടില്ല എന്നും കണ്ടക്ടർ പറയുന്നു. വല്ലാത്തൊരു കണ്ടക്ടർ തന്നെ. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവിനുമെതിരെ പുതിയ FIR പോലീസ് ഇട്ടുവെങ്കിലും ദുർബല വകുപ്പുകൾ ചേർത്താണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചൂർ CJM കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഇത്തരമൊരു FIR രജിസ്റ്റർ ചെയ്തത് പോലും. മേയറും MLAയും അടക്കം 5 പേർക്കെതിരെയാണ് പോലീസ് കേസ് ചാർജ് ചെയ്തത്. ദുർബല വകുപ്പുകളിട്ടുള്ള ഈ കേസ് നിലനിൽക്കാൻ പോലും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ കോടതി ഇനി പോലീസിനെയും എടുത്തു കുടയും എന്നുറപ്പ്. സംഘം ചേർന്ന് KSRTC ബസ് തടഞ്ഞെന്ന് FIRൽ പറയുന്നു. ബസ് തടഞ്ഞ് യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഗതാഗത തടസ്സമുണ്ടാക്കി. KSRTC ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ വാഹനം നിർത്തി. അന്യായമായ സംഘം ചേരൽ, പൊതുശല്യമുണ്ടാക്കൽ എന്നീ വകുപ്പുകളാണ് FIRൽ ചേർത്തിരിക്കുന്നത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ കാര്യമായ വകുപ്പുകൾ FIRൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അഭിഭാഷകനായ ബൈജു നോയൽ നൽകിയ ഹർജി പരിശോധിച്ചായിരുന്നു കോടതി ഉത്തരവിട്ടത്. ഏപ്രിൽ 27-ാം തീയതിയായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും KSRTC ഡ്രൈവർ യദുവുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടതും പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറിയതും. എന്തായാലും ഈ സംഭവം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിച്ചു കയറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.